ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നതാണോ? നമ്മൾക്കിപ്പോൾ ഈ സാധാരണഗതിയിലെ ഇപ്പോൾ ഈ ഓഫീസിൽ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യല്ലോ, അതിനൊക്കെ പറ്റിയിട്ട് എന്താ ഒപ്പീനിയൻ? ഞാൻ കാണാറില്ല. അല്ല, കാണാറല്ല, അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അതവരുടെ ഇഷ്ടമല്ലേ, ചെയ്യുന്നതൊക്കെ ചെയ്തോട്ടെ. ചെയ്യുന്നുണ്ട്. അതൊരു നമ്മളെ വർക്കിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കുക, നമ്മൾ ഈ ഭയങ്കരമായിട്ട് ടെൻഷൻ റിലാക്സേഷൻ ഇല്ലാത്ത അവസ്ഥ, അതൊക്കെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടുന്ന ഒപ്പീനിയൻ ഉണ്ടോ? എനിക്കറിയില്ല. എന്തായാലും കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞാൽ പക്ഷേ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ഇവിടെ രണ്ടുപേരുണ്ട്, അത് അന്വേഷണം നടത്തി നോക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ, ഇവിടെ വർക്ക് ചെയ്യുന്നതാണോ? അതെല്ലോ. ഈ റീൽസൊക്കെ നമ്മൾ സാധാരണഗതിയിലെ ഈ കുറേ ഇപ്പോൾ കുറച്ചുകൂടി യൂത്തിൻ്റെ ഒക്കെ ഒരു ട്രെൻഡൊക്കെ പോലെ, അപ്പോൾ നമുക്ക് ഈ വർക്ക് സ്പേസിനകത്ത് അല്ലെങ്കിൽ ഓഫീസ് ടൈമിലൊക്കെ ഈ റീലൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു പ്ലഷർ ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതാണോ, അതല്ലാതെ ശിക്ഷിക്കപ്പെടേണ്ട ഒരു നടപടിയാണോ? വർക്ക് സ്പേസിൻ്റെ സമയത്ത് റീൽ ഉണ്ടാക്കേണ്ട ഒരു ടൈമിംഗ് അല്ലല്ലോ. വർക്ക് ടൈം അല്ല, സ്പേസിനകത്ത്, വർക്ക് സ്പേസിനകത്ത് അത് കുഴപ്പമില്ല, ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും തോന്നുന്നില്ല. നമുക്കൊരു മാനസികമായിട്ടൊരു ഉല്ലാസം, കുറച്ചുകൂടെയൊക്കെ ഒരു കുറച്ചും കൂടെ ഒരു സന്തോഷം, എന്താണ് ഒപ്പീനിയൻ? എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഹലോ, സെയിം ഒപ്പീനിയൻ ആണ്. എന്താണ്? ഇടയ്ക്കൊക്കെ ഓക്കെയാണ്, ഇറ്റ്സ് ഓക്കെ. ലേഷറാണ്, നമുക്ക് ആ സ്ട്രെസ്സിനിടയിൽ നല്ലതായിരിക്കും. സാധാരണഗതിയിലൊക്കെ ഓഫീസ് ടൈം എന്നൊക്കെ പറയുമ്പോൾ കുറേ വർക്ക് ലോഡ് അങ്ങനെയൊക്കെയുള്ള, അപ്പം ഒരു കുറച്ചൊരു പ്ലഷർ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ ഉണ്ടാകാറുണ്ട്, റീലുണ്ട്, എടുക്കാറുണ്ട്, ചെയ്യാറുണ്ട്. നമ്മൾ വർക്കും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. നല്ലതാണ്. സാധാരണഗതിയിൽ ഓഫീസിൽ റീലൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്, ഉണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ ഒപ്പീനിയനുള്ള ആളുകളുണ്ട് തന്നെയാണ്. ചില ആളുകൾ അങ്ങനെ, ഇപ്പം പ്രൈവറ്റ് ഓഫീസുകളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ കുറച്ചുകൂടി ഓക്കെ ആവും എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു വർക്കിനെ ബാധിക്കാത്ത രൂപത്തിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ട് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ എക്സ്ക്യൂസ് മീ, ഹലോ, ഇപ്പോൾ വർക്കിൽ വർക്ക് ചെയ്യണോ? നമ്മളിപ്പോൾ ഈ റീൽസ് ഒക്കെ ഇപ്പം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് തിരുവല്ലയിലെ ഒരു ഓഫീസിൽ സർക്കാർ ജീവനക്കാർ റീൽ ചെയ്തു. സ്വാഭാവികമായിട്ടും ചില ആളുകൾ ഒരു എക്സ്പ്ലനേഷൻ പോലെ ചോദിക്കും, എന്താണ് ഒപ്പീനിയൻ നമ്മൾ ഈ വർക്ക് സ്പേസിലൊക്കെ? വർക്ക് സ്പേസിൽ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം സെക്യൂരിറ്റി റീസൺസ് കാരണം അങ്ങനത്തെ സ്പേസസ് അവോയ്ഡ് ചെയ്യണം, എസ്പെഷ്യലി ഡാറ്റ പ്രൈവസി ഒക്കെ. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ കുറച്ചുകൂടെയൊക്കെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഈ പ്രത്യേകിച്ച് വർക്കിംഗ് ടൈം അല്ലാത്തൊരു സമയത്തൊക്കെ, ഇപ്പം ലഞ്ച് ബ്രേക്ക് അങ്ങനത്തെ സമയത്തൊക്കെ ചെയ്യുന്നതുകൊണ്ടും. പക്ഷേ എന്നാലും ഓർഗനൈസേഷനിൽ ഉള്ളിൽ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ യോജിക്കുന്നില്ല. ലെഷർ ടൈമിലാണെങ്കിലോ സ്പേസ് ഞാൻ പ്രിഫർ ചെയ്യില്ല. പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ്. താങ്ക് യു. ഇപ്പം ഇവിടെ ഇങ്ങനെ അല്ലാത്തൊരു ഇപ്പം നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഒരു IT ഫേമുകളിലൊക്കെയാണ്, പക്ഷെ സർക്കാർ ഓഫീസുകളിലൊക്കെ ഒരു പക്ഷേ പൊതുജനം വരാത്ത സമയങ്ങളുണ്ടാവാം, സൺഡേസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, സർക്കാർ ആശുപത്രികളുണ്ടാവും. നേരത്തെ തൃശ്ശൂർ ഒരിക്കലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഗവൺമെൻറ് ഓഫീസസ് എന്തായാലും അതിനു വേണ്ടിയുള്ള ഒരു പേർപ്പസിന് വേണ്ടിയാണല്ലോ ഉള്ളത്. ആ സമയം നമ്മളത് ചെയ്യുന്നത് ഒട്ടും യോജിക്കാനാവുന്നല്ല.